ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 38-ഉം 39-ഉം തിരുവചനങ്ങൾ. പിശാചു ബാധയൊഴിഞ്ഞ ആ മനുഷ്യൻ അവൻ്റെ കൂടെ ആയിരിക്കാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവനെ തിരിച്ചയച്ചുകൊണ്ട് യേശു പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്കു ചെയ്തതെന്തെന്ന് അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. ദൈവപുത്രൻ ഗരസേനരുടെ നാട്ടിലേക്ക് വന്ന് അന്ന് തന്നെ മടങ്ങിപ്പോകുന്ന സന്ദർഭം. ആ നാട്ടിൽ അനേകം കാലമായി പ്രയാസത്തിലായിരുന്ന ഒരു മനുഷ്യനെ തനിക്കായി വിളിച്ച് വേർതിരിച്ച് തൻ്റെ വേലയ്ക്കായി നിയോഗിക്കുന്ന യേശു. ആ മനുഷ്യൻ്റെ ആഗ്രഹം യേശുവിനെ അനുഗമിക്കണം എന്നായിരുന്നു. അത്രയും കാലം തന്നെ ഒരു പിശാച് ബാധിതനായി മാത്രം കണ്ട തൻ്റെ സ്വന്തക്കാരുടെ, തൻ്റെ നാട്ടുകാരുടെ ഇടയിൽ നിന്നും മാറി താമസിക്കുവാൻ ആഗ്രഹിച്ച്, അതും തനിക്ക് വലിയ മോചനം തന്ന യേശുവിൻ്റെ കൂടെ കൂടുവാൻ ആഗ്രഹിച്ച് യേശുവിൻ്റെ അനുവാദം ചോദിക്കുന്ന ഒരു പാവം മനുഷ്യൻ. എങ്ങനെയെങ്കിലും ഈ സ്ഥലത്തു നിന്ന്, താൻ അലഞ്ഞു തിരിഞ്ഞ വിജന പ്രദേശങ്ങളിൽ നിന്ന്, താൻ അന്തിയുറങ്ങിയ ശവക്കല്ലറുകളുള്ള ഈ ദേശത്തു നിന്നും എന്നേക്കുമായി ഒരു മോചനം വേണം എന്ന വലിയ പ്രതീക്ഷയോടെ ആയിരിക്കാം ആ മനുഷ്യൻ്റെ യേശുവിനോടുള്ള സമീപനവും യേശുവിനെ അനുഗമിക്കുവാനുള്ള അപേക്ഷയും. എന്നാൽ ഒട്ടും അനുഭാവം പ്രകടിപ്പിക്കാതെ യേശു മുഖം തിരിക്കുകയാണ്. യേശു തന്നിൽ ചെയ്ത വലിയ അത്ഭുതം കണ്ടിട്ട് പോലും ആ നാട്ടുകാർക്ക് യേശുവിൽ ഭയഭക്തിയോ കൃതജ്ഞതയോ തോന്നിയില്ല. അത്ര കഠിനമായിരുന്നു അവരുടെ മനസ്സ്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് യേശു ഈ മനുഷ്യനെ തിരിച്ചയക്കുകയാണ്. സ്വന്തം നാട്ടിൽ യേശുവിൻ്റെ കരുണയും ദൈവത്തിൻ്റെ മഹത്വവും സാക്ഷിക്കാനുള്ള ദൗത്യം യേശു അവനിൽ ഭരമേൽപ്പിക്കുകയാണ്. നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്ക് ചെയ്തത് എന്തെന്ന് അറിയിക്കുവാൻ അവനെ ഉത്തരവാദിത്തപ്പെടുത്തുന്ന യേശു. ലഭിച്ച അനുഗ്രഹത്തെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി പങ്കുവയ്ക്കുന്ന യേശുവിൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യനായി മാറുന്ന ആ മനുഷ്യൻ. നമുക്കും ആഗ്രഹിക്കാം, നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിച്ച ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി പങ്കുവയ്ക്കുവാനും, ദൈവം നമ്മെ മോചിപ്പിക്കുന്ന ജീവിത സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസത്തിനായി ഷെയർ ചെയ്യുവാനും, യേശുവിൻ്റെ ദൗത്യം നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ, ജീവിതത്തിൻ്റെ സാധാരണ വഴികളിൽ തുടരുവാൻ അവൻ്റെ ഒരു ചെറിയ ശിഷ്യനായെങ്കിലും നമുക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.